ഹലോ ഗായ്സ്, ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഞങ്ങൾ ഇന്നൊരു മലയിലേക്ക് പോവാണ്. ആണ് കനകമല. മലയാറ്റൂരൊക്കെ പോലെ തന്നെ ഇതും കുറച്ച് ഫേമസ് ആയ ഒരു മലയാണ് കനകമല. അപ്പോൾ നമ്മൾ കനകമലയത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ കാണാം. ഓക്കെ. ഹലോ ഗായ്സ്, ഞാനും അപ്പവും പിന്നെ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി കനകമല കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല മലയല്ലേ? ഉണ്ടോ? ഇത് ചെറിയൊരു മലയാണ്, എന്നാലും കയറി അറ്റെത്തുമ്പോൾ വലിയൊരു മലയായിട്ട് വരും. അപ്പോൾ എങ്ങനെയുണ്ട്? കുറച്ച് ദൂരം എത്തുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ ഞങ്ങൾ കണ്ട വടിയൊക്കെ കുത്തിപ്പിടിച്ച് കയറാണ്. കുറച്ചുകൂടി സെറ്റപ്പായിട്ട് കയറാം. മേലെ നല്ല രസമാണ്, കുത്തനെയില്ല മലയെന്ന് മാത്രം. മെല്ലെ മെല്ലെ പൊക്കവും, കുറച്ച് ബുദ്ധിമുട്ടുള്ള മലയാണ്, അതിൽ കയറി പോകും. ഹലോ ഗായ്സ്, ഇവർ പകുതി ഇപ്പോൾ ക്ഷീണിച്ചു. നിങ്ങൾ വയ്യാണ്ടായോ? ഈ സിമ്പിൾ മല നിങ്ങൾ വയ്യാണ്ടായോ? നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. കുറച്ച് റെസ്റ്റ് ചെറുതായി മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ കനകമല കയറിയൊക്കെ വയ്യാണ്ടായിരിക്കുകയാണ്. പകുതി ദൂരം എത്തിയിട്ടില്ല ഇതുവരെ. അപ്പോഴേക്കും ഒരു ചത്ത്. അപ്പോൾ എങ്ങനെയുണ്ട് അപ്പു വയ്യാണ്ടായോ? ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് രാവിലെ ഫുട്ബോൾ കളിക്കാൻ പോവാം. അല്ല പിന്നെ കയറി പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ മേലെ എത്താൻ പോവാണ്. പെട്ടെന്ന് നമ്മൾ എത്തുന്ന ഇവരെ പറ്റിക്കാം. ഇത് സിമ്പിളായിട്ട് നമുക്ക് മേലെ കയറാം. കണ്ടാ കണ്ടാ, ഇതൊക്കെ നമുക്ക് സിമ്പിളാണ്, ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റെസ്റ്റ് എടുത്ത് വേണമെങ്കിൽ പോവാം. റെസ്റ്റ് എടുക്കുന്നുണ്ടോ? കണ്ടാ, മെല്ലെ കയറി പോയാൽ മതി, സുഖമായിട്ട് കയറാം. നമ്മൾ രണ്ടാം സ്ഥലത്തിൻ്റെ അപ്പോൾ ചെറിയ മലയാണ്, നമ്മൾ സിമ്പിളായിട്ട് കയറും. വേണ്ടാ, മെല്ലെ കയറി വരുന്നുണ്ട് എല്ലാവരും. അവിടെ നിന്ന് കുറച്ച് ടീം ഇറങ്ങി വരുന്നുണ്ട്. വേണ്ടാ, ഇതാണ് കുറച്ച് എന്താ പറയുക റിസ്ക്കുള്ള ഏരിയ കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് കയറണം അങ്ങോട്ട് മേലേക്ക്. നമ്മളെല്ലാവരും കയറണം, പപ്പത കയറണം. റിസ്ക് ഏരിയയാണ്. ഇതിൽ കൂടെ ഒരു കുറച്ചിട്ടിങ്ങനെ അമ്മ കയറി പോയോ? ഗൈസ്, വല്യമ്മ വയ്യാണ്ടായിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടിയിൽ എടുക്കും. സൈഡ് നോക്കി കിടന്നു. നമ്മൾ കുറച്ച് ദൂരം ഇപ്പോൾ എത്തിയിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഇവിടെ തന്നെ അത്യാവശ്യം തൃശ്ശൂരിൻ്റെ കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. എല്ലാവരും ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്ത് വെള്ളം കുടിക്കുന്നു. ഞാനൊരു തുള്ളി പോലും വേർത്ത് പോലുമില്ല. ഗൈസ്, എല്ലാവരും എന്താ വീണ്ടും കയറുന്നു. അതിന് വലിയ കുത്തനില്ല കേട്ടോ, ശ്രദ്ധിച്ച് കയറിക്കോളും. എടാ, സൈഡിൽ കൂടെ പോകണ്ടോ അധികം. അപ്പുറത്തേക്ക് വേണ പൊടി പോലും കിട്ടിയോ? ഗൈസ്, നോക്കൂ, ഇവിടെ നേരെ അടി കാണാം. ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ നേരെ അടിയിലെത്തിട്ടോ. എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫുള്ള് കുത്തനിലെ കയറ്റങ്ങളാണ്. ഗൈസ്, നമ്മൾ 4ാം സ്ഥലത്തെത്തി. അപ്പോൾ ഇവർ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട് ഇവിടെ. ഹലോ ഗൈസ്, നമ്മൾ 4ാം സ്ഥലം കഴിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നിൻ കുരിശ് മുത്തപ്പോ പറയടാ അപ്പു. ഇതാണ് റിസ്ക്കുള്ളൂ. ഇനി നമ്മൾ 5ാം സ്ഥലത്തേറ്റോ. പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മലകേറ്റം. ഇത് കുറച്ച് റിസ്ക്കുള്ളൊരു ഏരിയയാണ്, കുറച്ച് സിമ്പിളായിട്ട് കയറാൻ. പക്ഷേ എന്നാലും കയറിക്കൊണ്ടിരിക്കുന്നു. ഇവരെ കണ്ടുപിടി വയ്യാണ്ടിരിക്കുകയാണ്. കമോൺ ഗൈസ്, പൊന്നിൻ കുരിശ് മുത്തപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എനർജി കിട്ടും നമുക്ക് ഈ മല കയറാൻ. ഇവരൊന്നും അത് ചെയ്യുന്നില്ല. കണ്ട, കുറേ പേരെ കാലിവിടെ ഇടറുന്നുണ്ട്. അപ്പുവാണ് മെയിൻ. അപ്പുവിന് ക്ഷീണിച്ച് ചത്തു.
നോക്കി ഇവിടെ നിന്ന് നമ്മൾ തൃശ്ശൂരിന്റെ പകുതി ഒക്കെ കാണാൻ പറ്റും. കണ്ടോ വൈബ്, ഒരു ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ. പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം. നമ്മളിപ്പോൾ 7ാം സ്ഥലമെത്തി. അപ്പം ഞാനും ബാക്കി ഇവരൊക്കെ വരുന്നുള്ളൂ. ഇവരൊക്കെ ക്ഷീണിച്ച അവസരമായി. ഗൈസ് അപ്പം നോക്കി കയറി പോകുന്നു. ഹലോ ഗൈസ്, അപ്പം നമുക്ക് 7ാം സ്ഥലത്ത് നമുക്ക് വെള്ളം കിട്ടി. അപ്പോൾ എല്ലാവരും വെള്ളം കുടിച്ച് വീണ്ടും നല്ല വെള്ളമായിരുന്നു കേട്ടോ. അത് കുടിച്ചിട്ട് നമ്മൾ വീണ്ടും മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ എല്ലാവരും ക്ഷീണിച്ച് ആവശ്യമായി ഇരുന്ന് തുടങ്ങിയിട്ടോ. രണ്ടുപേര് വെള്ളമൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. ഇനി ഇവിടെ നേരം മേലെ കയറണം. പിന്നെ 14 സ്ഥലമുള്ളൂ. 14 സ്ഥലം കഴിഞ്ഞാൽ നമുക്ക് മേലെ പള്ളി കാണാൻ പറ്റും. അപ്പോൾ വെള്ളം എടുത്ത് എല്ലാവരും കുടിക്കുകയാണ്. താഴെ സൈഡിൽ നിന്നാട്ടെ 7ാം സ്ഥലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കിട്ടൂട്ടോ സൈഡിൽ നിന്ന്. അപ്പോൾ വെള്ളം കുടിച്ചോ നീ? ഓക്കെ അല്ലേ? വയ്യൊന്നുമില്ലല്ലോ? ഏയ് നിരങ്ങിയുള്ളൂ. വലിയ മൂന്നൂക്കി. പൊന്മലകേറ്റം, പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം. ഗുണ കേവിലെ ടീമുകളെത്തി. ഇവിടെ എല്ലാവരും മരത്തിൻ്റെ വേരിൻ്റെ ഇടയിലിരിക്കണം. ഇനി കുറേ കാര്യം കേട്ടോ. പിന്നെ എന്നാ കയറി പോവാം. കമോ ഇനി കുറച്ചധികം കയറാണ്ട്. പക്ഷേ ഇത് റിസ്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാനാണ്. നിങ്ങൾ അടിയിൽ നിന്ന് വരുമ്പോൾ വെറും കാലിക്കുപ്പി മാത്രം കൊണ്ടുവരിക. കാരണം ഇവിടെ പകുതി ഇടയിലൊക്കെ വെള്ളം കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ കാലിക്കുപ്പി കുറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വെള്ളം നിറച്ചിട്ട് കുടിച്ച് മേലേക്ക് കയറാൻ പറ്റും. ബാക്കി ഇവരൊക്കെ അതേ മേലേക്ക് കയറി പോവാണേ. അപ്പം ഞാൻ വേമ്പോട്ടെ. നമ്മൾ 9ാം സ്ഥലത്തെത്തി. അപ്പോൾ കുറച്ച് റിസ്ക്കുള്ള കയറ്റാണ് ഇത്. മെയിൻ കയറാനല്ല ബുദ്ധിമുട്ട്, ഇറങ്ങിയവരാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ മേലെ നമ്മളെ പെൺപടാസൊക്കെ കയറിപ്പോണ്ട് അമ്മമാരും വലിയമ്മമാരൊക്കെ താഴെ വരുന്നുണ്ട്. അയ്യോ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. കയറാൻ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും ഇറങ്ങാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ്. ഇറങ്ങുമ്പോൾ അറിയാണ്ട് കാല് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പായി പോകും. അതുപോലത്തെ സ്ഥലമാണ്. വല്യമ്മ ആദ്യം ഓടിയിട്ടുണ്ട് കേട്ടോ. ഇവരിവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വല്യമ്മ വേഗം കയറി പോകുന്നുണ്ട്. പോട്ടെ ഗൈസ്, മല കയറുന്ന അമ്മയും മോനും. പിന്നെ നമ്മൾ 11ാം സ്ഥലത്തെത്തി. ഇനി കുറച്ചുള്ളൂ കേട്ടോ. പെടപെടാന്നുകൊണ്ട് തീരും. അപ്പോൾ നീ വായിരിക്കല്ലട മുത്തേ. പിന്നെ ഞാൻ അടുത്തടുത്താണ്. നമ്മൾ 12ാം സ്ഥലം എത്തിയിട്ടോ. അമ്മ എത്തിണ്ട്. ബാക്കി എല്ലാവരും കയറി വരുന്നല്ലോ. വല്യമ്മ ചേച്ചി പപ്പയൊക്കെ ബാക്കിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യത്തി, അമ്മ 2ാമതെത്തി. 12ാം സ്ഥലം എത്തിയിട്ടോ. ഇവിടുന്ന് കുറച്ചല്ലോ. ഇനിയൊരു 4 സ്ഥലം കൂടി. ഗൈസ് കുളിച്ച് നിൽക്കണ പപ്പോടെ അമ്മ ചോദിക്കുകയാണ് വേർത്തിട്ടില്ലല്ലോ എന്ന്. നോക്കി അപ്പൻ്റെ ഒരു ചിരി കണ്ട. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മലയുടെ മേലെ ഏകദേശം എത്താറായിട്ടുണ്ട്. 13ാം സ്ഥലമാണ് നമ്മൾ ബാക്കിലാണത്. നമ്മൾ മേക്കിലിന് 14 കഴിഞ്ഞു. പിന്നെ പള്ളി കാണാം. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങലാണ് ചടങ്ങ് കേട്ടോ. അപ്പോൾ പള്ളിയും കാര്യങ്ങളൊക്കെ ഇനി കാണിച്ചു തരാം. കുറച്ചുകൂടി ഉള്ളോട്ടാ. നമ്മൾ ഏകദേശം പകുതി 3/4 കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ ഉള്ളു. ഏറ്റവും ടോപ്പിൽ ഒരു കുരിശൊക്കെ ഉണ്ടോ. ഇവിടെ ചുമന്നേറ്റിരിക്കുന്നത് മലയാറ്റൂർ ഇതിനേറ്റ് വലിയ കുരിശുകൾ ചുമന്നേറ്റിട്ടുണ്ട് കേട്ടോ. കനകമലയിലും
ചുമന്നേറ്റാണ് കുരിശുകളൊക്കെ. കണ്ടോ കണ്ടോ നമ്മളെ പള്ളിക്കാർ ഇവിടെ കുറേ പേര് കൂടിയിട്ട് യൂത്തുമാരെല്ലാവരും കൂടിയിട്ട് കയറ്റിയേക്കുന്നതാണ് കുരിശ്. അതുപോലെ കുറേ കുരിശ് മേലെ കാണാൻ പറ്റും. വലിയ ലാസ്റ്റ് പഞ്ച് തോഞ്ഞ് വരികയാണ്. മഞ്ഞുമല ബോയ്സ് ഇറങ്ങിയതിന് ശേഷം കുറേ ബോയ്സ് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ പറയുമ്പോൾ ബോയ്സാണ്. നമ്മൾ ലാസ്റ്റ് സ്ഥലത്തെത്തിയിട്ടോ. ഇനി നേരെ കാണുന്നത് പള്ളിയാണ്. ഇവിടെ നിന്ന് വ്യൂ കിടിലും വ്യൂ ആണ്. ഞാൻ ലാസ്റ്റ് സ്ഥലം കഴിഞ്ഞ് നമ്മൾ നേരെ പള്ളിയുടെ അവിടെ എത്തിയിട്ടോ. അതാട്ടോ പള്ളി, ചെറിയ പള്ളിയാണ്. നമ്മൾ പള്ളിക്ക് എല്ലാവരും ആവേശം കൊണ്ട് ഓടി പോകുന്നുണ്ട്. എല്ലാവരും കയറി കയറിയുണ്ട്. അവിടെ മെയ്തിരെ എത്തിക്കാം. ഇവിടെ ഷോപ്പ് ഉണ്ടെന്നാണ് ഉപ്പ് സോഡ ഓടിക്കുക. നമ്മുടെ മേലെത്തി പള്ളിയിലെത്തി. ഗായ്സ്, അപ്പോൾ നമ്മൾ പള്ളിയുടെ മേലെത്തിയതിന് ശേഷം ചെറുതായിട്ട് വേർത്തൊക്കെ ഉണ്ട്. മേലെത്തിയതിന് ശേഷം ഉണ്ണിയപ്പം കഴിക്കാട്ടോ. മറ്റേ ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഒരു വ്യൂ ഉണ്ട് കേട്ടോ, കാണിച്ചാലോ. നമുക്ക് ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കി ഒരു രക്ഷയില്ല കേട്ടോ. കിട്ടില്ല വ്യൂ ആണ്. അപ്പോൾ അതിനുണ്ട് ഉണ്ണിയപ്പം. എല്ലാവരും കയറിയിട്ട് എല്ലാവരും ഇവിടെ കണ്ട സൈഡിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പപ്പ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അയ്യ മാല കഴുത്തിലിടാൻ പാടില്ല. ഇത് അവിടെ ഇടാനുള്ള മാലയാ. അയ്യോ, ഞങ്ങളവിടെ മാല ഇടാൻ പോകട്ടോ ഗൈസ്. അപ്പം ഞാനും അപ്പം കൂടിയിട്ട് മാല ഇടാൻ പോവാണ്. അപ്പോൾ അത് മാല ഇടാൻ പോവല്ലേ? അങ്ങടെ എത്തുമോ നിനക്ക്? എത്തുമോ? അപ്പോൾ മാല ഇടാൻ പോവാണ്. അപ്പോൾ എത്തുന്നില്ല. വന്നിട്ട് വലിയ സഹായിച്ചേ. അങ്ങനെ അപ്പം മാലയിട്ട് 10 രൂപ മാലയ്ക്ക്. അപ്പോൾ ഞാനും മാലയിടാൻ പോകണേ. ഞാനും മാലിട്ട് അതവിടെ നേർച്ച വെച്ചിട്ടുണ്ട് കേട്ടോ. മുതിരയാണ് നേർച്ച. മുതിരയും അരി വറുത്തും. അങ്ങനെ ഭാവൻ മാലയിട്ടു. പിന്നെ അമ്മ മാലയിടാൻ പോകണം. എൻ്റെ ഭാവുണ്ട്. ഞാൻ വീഡിയോ മാത്രം. അപ്പോൾ എല്ലാവരും മാലയിട്ട് കഴിഞ്ഞ് നമുക്ക് ഇനി മെഴുതിരി എത്തിക്കാൻ വേണ്ടി പോകട്ടോ. എല്ലാം ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും കേട്ടോ. മാലയ്ക്ക് മെഴുതിരി എത്തിക്കാൻ പോകും. പപ്പതോടെ മെഴുതിരി എത്തിക്കുന്നുണ്ട്. അങ്ങനെ പപ്പയമ്മ മെഴുതിരി എത്തിക്കണത്. വലിയമ്മ മെഴുതിരി എടുത്തിരിക്കുന്നു. ബാബ തീന്തി ഇടിയോ മെഴുതിരി എത്തിക്കുക. ഒരു മെഴുതിരി എനിക്ക് ഇവിടെ മൊത്തം ആൾക്കാരും. ഞാൻ അവിടെ ഇടുകയാണ്. വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്ഥലമില്ല. വയ്ക്കാൻ പറ്റാത്തവരവിടെ ഇട്ടാലും മതി. ഞങ്ങളോട് എല്ലാവരും ഇതിലെത്തിച്ച് നമ്മൾ ഇറങ്ങാനാണ് കുറച്ച് ടാസ്ക്. കണ്ട ഭയങ്കര ഈ കുറച്ചിറങ്ങി കഴിഞ്ഞാൽ കല്ലുമ്മ ഫുള്ള് പൊടിയും മണ്ണൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് കാല് വെച്ച് സ്ലിപ്പായി പോകും. അപ്പോൾ ഭയങ്കര ശ്രദ്ധിച്ചാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഓക്കെ, സെറ്റല്ലേ?
നോക്കിട്ടാ കണ്ടോ, ഭയങ്കര സ്ലിപ്പായിട്ടുള്ള ഇറക്കാട്ടോ, ഭയങ്കര റിസ്ക്കാണ്. കയറാൻ പിന്നെയും കുഴപ്പമില്ല, കുത്തനുള്ള മലയാണെങ്കിലും കയറാൻ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ഇറങ്ങാൻ ഭയങ്കര സീനാണ്. അപ്പോൾ ശ്രദ്ധിച്ചിറങ്ങിയപ്പോൾ തന്നെ നീ വീണേനെ. അപ്പനെ ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സ്ഥലം കഴിഞ്ഞു കേട്ടോ, മേലേന്ന് 14 സ്ഥലം കഴിഞ്ഞിറങ്ങി. ഇനിയിങ്ങനെ 1 വരെ ഉണ്ട്. മെല്ലെ മെല്ലെ പോട്ടോ. ഓരോ സ്ഥലങ്ങളായിട്ട് ഇനി കാണാം. കുറച്ച് റിസ്ക് പിടിച്ച ഇറക്കങ്ങളാണ്. കയറാൻ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ഇറങ്ങാൻ കുറച്ച് ടാസ്ക് ആട്ടോ. അതാണ് പപ്പൂടി ഉണ്ട്. സ്ലിപ്പാവാതെ നിൽക്കണ്ട, എല്ലാവരും നോക്കുക, അടിക്ക് നോക്കി ഇറങ്ങുക എല്ലാവരും നന്നായിട്ട്. ഭയങ്കര കുത്തനെയുള്ള ഇറക്കങ്ങളാണ് കണ്ട. ഇനി വരുന്നതൊക്കെ നല്ല കുത്തനെയുള്ള ഇറക്കങ്ങൾ. എല്ലാവരും ലൈക്ക് ചെയ്യാൻ അപ്പോൾ പറയുന്നത് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ അല്ല, പിന്നെ ആ സൈഡ് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക, കല്ലുള്ള സ്ഥലത്ത് നോക്കി ഇറങ്ങുക. അപ്പോൾ ഗ്യാപ്പിൽ ചവിട്ടാൻ പറ്റും. സ്ലിപ്പുള്ള സ്ഥലമാകുമ്പോൾ ചവിട്ടാൻ പറ്റില്ല. പരമാവധി എല്ലാവരും കല്ലുള്ള സ്ഥലം നോക്കി ഇറങ്ങാം. എനർജിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പറയണ പോലെ പറയാം. പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മലറക്കം, പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മലറക്കം, പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മലറക്കം. പൈസ അപ്പോൾ 14 സ്ഥലം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് മൂത്രമൊഴിക്കാനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. അപ്പോൾ തുറക്ക് ഇവിടെ കുഴപ്പമില്ലാത്ത നല്ല ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൂത്രമൊഴിക്കണൊക്കെ മൂത്രമൊഴിക്കാം. ഉള്ളിൽ കയറി മൂത്രമൊഴിക്കട്ടെ, പുറത്ത് വയ്ക്കുന്നത്. പിന്നെ ബാത്റൂമുകൾ കുറച്ച് ഷോകാണ്, എന്നാലും മലയുടെ മേലെ ഇത്രയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ അടിയിൽ നിന്ന് മൂത്രമൊക്കെ ഒഴിച്ച് കയറുക. പള്ളിയുടെ അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇനി അത്യാവശ്യമുള്ളവർ മാത്രം ഇവിടെ മൂത്രമൊഴിക്കാൻ വരിക. ഓക്കെ, വടി ഉണ്ടെങ്കിൽ പിന്നെ സുഖം. ഒരു വടി എടുക്കുന്നത് ഏറ്റവും ബെറ്ററാണ് ഇറങ്ങുമ്പോൾ. കയറാൻ കുഴപ്പമില്ല. കണ്ടോ കേസ്, നിങ്ങൾ വടി എടുത്ത് നോക്കണ്ട. അപ്പു വരെ പറഞ്ഞു തുടങ്ങി, എന്നിട്ട് അപ്പു വടി എടുത്തില്ല. അപ്പുവിന് വടി എടുത്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ടോ അപ്പു വടി എടുക്കാത്ത. വെയിറ്റ് ഉള്ള കാരണല്ലേ. ലൈസ് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കേട്ടോ. ഞാനത് ഇത് ലൈസ് നമ്മുടെ അടുത്ത സ്ഥലത്തി കണ്ടോ. ഭയങ്കര കുത്തനെയുള്ള ഇറക്കാണ് കണ്ട. ഈ സ്ലിപ്പ് ആവണ കാര്യമാണ്. നീ അടുത്ത് ബ്ലോഗർ കർത്താവി. അപ്പു നെക്സ്റ്റ് അപ്പു ബ്ലോഗർ. ബാവത അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ മല ഇത്ര കൂടെ അല്ല, അവർ ഭയങ്കര ബുദ്ധിമുട്ടിട്ട് കയറുന്നു. ഇവിടെയൊക്കെ മൃഗങ്ങളുണ്ടാവും. ഭയങ്കര സീനൊക്കെ ആയിരുന്നു. എന്താ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നുണ്ടോ, ചെറിയ പിള്ളേരൊക്കെ. സ്ലിപ്പാവും, നോക്കിക്കോളൂ. ഞാൻ അതല്ല നിങ്ങളോട് പറഞ്ഞത്. നോക്കി കണ്ട, ഞങ്ങളാണ് നമ്മളങ്ങനെ പോകണം. ഇതിങ്ങനെ ആയിക്കോട്ടെ എടുക്കുക. അന്നെ അന്നെ പോട്ടെ പോട്ടെ. ഈ കല്ലൊക്കെ ഉരുളിട്ടാവും, ഒന്ന് നോക്കിക്കോളൂ. ബാ, കണ്ടോ എല്ലാവരും വടി കുത്തിപ്പിടിച്ച് സേഫ് ലാൻഡിങ് ആണ് എല്ലാവരും. ആ പോട്ടെ, അതികൂടെ പോകും. ആ അതികൂടെ ഇറങ്ങി അവിടെ നിൽക്ക്. ആ ഞാൻ പോരാ. ചാടല്ലേ ചാടല്ലേ, നിക്ക്, ഓടല്ലേ. ഓടിക്കഴിഞ്ഞ സ്ലിപ്പ്. മന്ദം ഇറങ്ങുക. ആ പോട്ടെ.
പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മലറക്കം, പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മലറക്കം, പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മലറക്കം, പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മലറക്കം. നിങ്ങൾ ഇറങ്ങണില്ലേ? മെല്ലെ മെല്ലെ ഇറങ്ങിട്ടോ നിങ്ങൾ. പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മലറക്കം, 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 പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മലറക്കം. നോക്കട്ടെ റിസ്ക് പിടിച്ചൊരു വഴി കേട്ടോ ഇതൊക്കെ. ഭയങ്കര പാറയുടെ കാല് കുടുങ്ങിക്കഴിഞ്ഞാൽ സ്ലിപ്പായി പോകും, മടങ്ങാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ കെയർഫുൾ. ഓക്കെ ഇറങ്ങിട്ടാ. ഭയങ്കര റിസ്ക്കുള്ളൊരു ഇതാട്ടോ, ഭയങ്കര പൊടിയാണ്. ഈ പൊടിയിൽ വടി കുത്തി കഴിഞ്ഞാൽ വടി തന്നെ സ്ലിപ്പായിട്ട് പോകും. ആണ് പ്രശ്നം കൊടുത്തത്. ഇപ്പോൾ തന്നെ നമ്മുടെ കൂടെ വന്ന 2 പേര് ഇപ്പോൾ വീഴാൻ പോയി. അവരൊക്കെ കുറച്ച് പേരൊക്കെ ഓടി പോകുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ വീണവരൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. രണ്ട് 3 വീഴ്ചകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്ന് 7ാം സ്ഥലം കഴിഞ്ഞു. ഇനി നമ്മൾ കീരവഴികളിലൂടെ തന്നെയാണ് വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര പൊടി കാരണം ഭയങ്കരമായിട്ട് കാല് സ്ലിപ്പായി പോവാണ്. നമ്മൾ 6ാം സ്ഥലത്ത് എത്തിയിട്ട് ഇപ്പോൾ ഇവർ 2 പേരാണ് വയ്യാണ്ട് വായത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഓടിപ്പോയിട്ടുണ്ട്. വാവ ആദ്യം ഓടിയുണ്ട് കേട്ടോ. ഞാൻ ഇവരെ ഒപ്പം മെല്ലെ ഞാനും വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഭയങ്കര റിസ്ക്കുള്ള വഴിയാണ്. ഇറങ്ങാനാണ് കൂടുതൽ റിസ്ക് കേട്ടോ. കയറാൻ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ഇറങ്ങാൻ സിമ്പിളാണ്. പക്ഷേ സ്ലിപ്പാവുന്നതാണ് പ്രശ്നം, അല്ലെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരൊക്കെ ഓടിപ്പോയി ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളിപ്പോൾ 6ാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ ഇറങ്ങണം. അപ്പോൾ ഏകദേശം നമ്മൾ അടിയിലെത്താറായിട്ട് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഉള്ളൂ. ഭയങ്കര സ്ലിപ്പാണ്, ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ 4ാം സ്ഥലത്ത് എത്തിയിട്ട് ഇനി വെറും ഒരു 4 സ്ഥലം കൂടി ഇരിക്കും, അല്ല 3 കൂടി കഴിഞ്ഞു നമ്മൾ അടിയിലേക്ക് എത്താറായി. അടിയിലെത്താറായി, സ്ലിപ്പാവല്ലേ. ഇനി കുറച്ച് കഴിഞ്ഞാൽ സ്ഥലങ്ങളുള്ളൂ. ഇവിടെ കുറച്ച് അകന്നകന്നു, വേറൊക്കെ നല്ല പിടപെടാന്നുകൊണ്ട് പോയി. ഗൈസ്, നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരൊക്കെ അടിയിലെത്തിയെന്ന് തോന്നുന്നുണ്ട്. ആരെയും കാണാനില്ല, ഡേഞ്ചർ വളവാണ്. അപ്പോൾ നമ്മൾ 3ാം സ്ഥലത്തൊരു കുഞ്ഞൊരു ഡേഞ്ചർ വളവുണ്ട് താഴെ. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ പെട്ടെന്ന് അടിക്കാത്ത. ഗൈസ്, അപ്പോൾ നമ്മൾ 3ാം സ്ഥലം കഴിഞ്ഞത് 2ാം സ്ഥലത്തിൻ്റെ അവിടെ എത്തി. പിന്നെ നമ്മൾ കുറച്ച് കുഴപ്പമില്ലാത്ത നോർമൽ വഴികളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം റിസ്ക് ഇല്ല, എന്നാലും ഈ പൊടി കുറച്ച് സീനാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ അടിയിലെത്തി. നമ്മളെ പിള്ളേരൊക്കെ അടിയിൽ കഞ്ഞി കുടിക്കാൻ പോയി തോന്നുന്നുണ്ട്. അവർ അടിയിലെത്തിക്കഴിഞ്ഞാൽ ഒരു കഞ്ഞി കിട്ടും. കഞ്ഞി കുടിച്ചാൽ ഭയങ്കര എനർജി ആയിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞത് അടിയിലേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ അവരെ അവിടെ വെച്ച് കാണാമെന്നാണ് പ്രതീക്ഷ. ഞങ്ങളിങ്ങനെ മെല്ലെ ഇറങ്ങി വന്ന് അധികം വീഴ്ചകളൊന്നും ഇല്ലാതെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അടിയിലെത്തിയിട്ട് അവരെ കാണാം.
ഗൈസ് അപ്പോൾ നമ്മൾ അടിയിലേക്ക് ഇത് എത്താറായിട്ടാ. എൻ്റെ പൊന്നു കുറച്ചുണ്ട്. എനിക്ക് സിമ്പിളായിട്ട് തോന്നിയത്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് മല കയറാനായിട്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നിങ്ങളോട്. അപ്പോൾ മല കയറാനായിട്ട് പിന്നെ ഇവിടെ വടി കിട്ടും. നമ്മൾ കയറുന്ന സ്റ്റാർട്ടിങ്ങിന് തന്നെ വടിയും കാര്യങ്ങളൊക്കെ കിട്ടും. വടി എടുത്ത് കയറുക ബെറ്റർ ആയിരിക്കും. കുറച്ച് വയസ്സായവരൊക്കെ ആകുമ്പോൾ കുറച്ച് ബെറ്റർ ആയിരിക്കും. പിള്ളേർക്കൊക്കെയാണെങ്കിൽ വലിയ സീനില്ല, എന്നാലും വടി എടുത്ത് കയറുകയാണെങ്കിൽ സ്ലിപ്പ് ഓടാൻ മണ്ണ്, അതാണ് മെയിൻ പ്രശ്നം. ഞാൻ വടി കാണിച്ചു തരാം. കണ്ടോ, ഈ വടി വെച്ച് സുഖമായിട്ട് നമുക്ക് മേലെ കയറാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ 1ാം സ്ഥലം. ഇവിടെ നിന്ന് മേലെ കയറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ബാക്കി നമ്മളെ ടീമിനെ ഇതുവരെ കാണാനില്ല. അവരെവിടെയാ കഞ്ഞോടിയാണ് വിളിച്ചു. എങ്ങനെയുണ്ട് മല കയറിയിട്ട്? വയ്യാണ്ട് പറ്റുന്നില്ല. അപ്പം എങ്ങനെയുണ്ട്? അപ്പം സൂപ്പറായിട്ടുണ്ട്. ഇനി ബാക്കി ഇനി നമ്മുടെ മുന്നിൽ പോയവരോട് ചോദിക്കണം എങ്ങനെയുണ്ട് മല, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കണം അവർ. അയ്യോ, അവർ കഞ്ഞി കുടിക്കാൻ പോയിട്ടോ. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ കഞ്ഞിയുണ്ട്, അവിടെ കഞ്ഞി കുടിക്കാൻ പോയെന്ന് പറഞ്ഞു. എന്തായാലും കഞ്ഞി കുടിക്കണം. കഞ്ഞി കുടിക്കാണ്ട് പോയി നോക്കട്ടെ. കഞ്ഞി കുടിക്കാൻ പോവാം. അപ്പോൾ ഇതാണ് കനകമല പള്ളി. അപ്പോൾ പള്ളിയുടെ ഉൾഭാഗമൊക്കെ നമുക്ക് കാണാം. നമ്മളാദ്യം കഞ്ഞി കുടിച്ച് റെസ്റ്റ് എടുത്ത് ടോയ്ലറ്റിൽ ഒന്ന് പോയിട്ട് ഫ്രഷ് ആയി വന്നിട്ട് നമുക്ക് പള്ളിയുടെ ഉൾവശമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട് വശമൊക്കെ കാണിച്ചു തരാം. ഇത് സെമിത്തേരി അവിടെ. ഗൈസ്, നമ്മുടെ ബാക്കിയുള്ളവരവിടെ കഞ്ഞി കുടിച്ച് പുറത്ത് എന്തൊക്കെ കുടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് എങ്ങനെയുണ്ട് മല കയറേണ്ട അഭിപ്രായം കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമ്മൾ ബാക്കിലാണെന്തോ പള്ളിട്ടോ. ഇതാണ് നമ്മളെ വെട്ടിച്ച് പോയി മല ഇറങ്ങിയ ടീം. എങ്ങനെയുണ്ടായിരുന്നു മല കയറിയ അഭിപ്രായങ്ങൾ പറയൂ. സൂപ്പർ, സൂപ്പർ. കുടിക്കാം. എങ്ങനെയുണ്ട് അപ്പോൾ? എങ്ങനെയുണ്ടാ ചവിട്ടി നിക്കിളി പോയിന്ന്? അപ്പോൾ അവരെ അഭിപ്രായം കേട്ടില്ല. നമ്മൾ ഇനി കഞ്ഞി കുടിക്കട്ടെ. ഗൈസ്, ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോയി. ഗൈസ്, നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി വന്നു. ഒരു വട്ടം അവിടെ ലൈറ്റ് ഇട്ടേക്കുന്നുണ്ട. ഒരു ഇങ്ങനെ റാറാ പോലെ കണ്ട നോക്കട്ടാ. ഇങ്ങനെ റാറാ പോലെ ലൈറ്റ് ഇട്ടേക്കുന്നുണ്ട. ആണ് ഞങ്ങൾ കയറിയ മല കേട്ടോ. ഈ പള്ളിയുടെ അടുത്ത് കനകമല, പള്ളിയുടെ അടുത്തുള്ള മല. അയ്യോ, ഞങ്ങളൊരു വിശ്വാസപ്രകാരം ഈ മലയുടെ മേലെ കയറി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പാപങ്ങളും പൊറുക്കുമെന്നാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കനകമല പള്ളി. അപ്പോൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ നോക്കട്ടെ. ഫ്രണ്ട് ഗേറ്റ് അടച്ചേക്കാണ്. നമുക്ക് സൈഡിൽ കൂടെ പോകട്ടോ. അപ്പോൾ നമ്മൾ ഈ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ടോ. സൂപ്പർ പള്ളി. ഇതാണ് നമ്മുടെ കനകമല പള്ളി. ഞങ്ങൾക്ക് ഇവിടെ സൈഡിൽ ചെറുതായിട്ടൊന്ന് ഉറങ്ങാതെ പ്ലാനാണ് ഇരുന്നിട്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കനകമലയുടെ വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.